തിഹാർ ജയിലിലെ ഈ സംഭവത്തിന് ശേഷം JNU അധികൃതർ മറ്റൊരു തീരുമാനം കൂടി എടുത്തു. അടുത്ത വർഷത്തേക്ക് ഒരു പുതിയ അഡ്മിഷനും ഉണ്ടാകില്ല എന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ ആ തീരുമാനം വന്നതോടുകൂടി ഞാൻ MA പൂർത്തിയാക്കി എനിക്ക് JNUവിൽ തുടരാൻ ഒരു അവസരമില്ലാതെയായി. അതേസമയം സരോജ് ഓൾറെഡി MPhil സ്റ്റുഡൻ്റ് ആയിരുന്നു. സരോജിന് വീണ്ടും അവിടെ തുടർന്ന് ആ MPhil പൂർത്തിയാക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ വേർപിരിയുന്ന ഒരു ഘട്ടം വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഞാൻ ചെറിയ ഒരു പരിധിവരെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ചേർന്നാലോ എന്നാലോചിച്ചു. എന്നാൽ അത് വേണ്ട, നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഞാൻ എറണാകുളത്തേക്ക് തിരിച്ചു വരികയും എറണാകുളം ലോ കോളേജിൽ LLBക്ക് അഡ്മിഷൻ എടുത്ത് ലോ കോളേജിൽ ചേർന്നു. സരോജാണെങ്കിൽ JNUവിൽ MPhil പൂർത്തിയാക്കി തിരിച്ച് സ്വദേശമായ ഡാർജിലിംഗിലേക്ക് തിരിച്ചുപോയി. അവിടെ ആദ്യം ഒരു കോളേജിൽ പഠിപ്പിക്കുകയും അതിനുശേഷം അവിടുത്തെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ വളരെ അടുത്ത ഒരു പ്രണയബന്ധത്തിൽ നിന്നും ഇങ്ങനെ വേർതിരിഞ്ഞുള്ളൊരു ജീവിതം ഞങ്ങൾ രണ്ടുപേർക്കും വളരെ അസഹനീയമായിരുന്നു. അന്നത്തെ കാലം എന്ന് പറയുന്നത് ഇന്നത്തെ ചെറുപ്പക്കാർക്കെല്ലാം അറിയാമോ മനസ്സിലാക്കുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അന്ന് ഡയറക്റ്റ് ഡയലിംഗ് STD പോലും ഇല്ലാത്തൊരു കാലമാണ്. മൊബൈൽ ഫോൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്വപ്നം കാണാത്ത ഒരു സമയമാണ്. അന്ന് ഒരു നഗരത്തിൽ നിന്നും മറ്റൊരു നഗരത്തിലേക്ക് ഫോൺ വഴി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ട്രങ്ക് കോൾ സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ ലാൻഡ് ഫോണിൽ നിന്നും ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ച് ഞാൻ വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് സ്വദേശിയായ ഇന്ന ആൾ ഇന്ന നമ്പറിൽ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് അവരെ അറിയിക്കണം. അവർ ട്രങ്ക് കോൾ ബുക്ക് ചെയ്യും. എന്നിട്ട് കൊച്ചിയിൽ നിന്നും ഒരു ട്രങ്ക് കോൾ പോകുന്നത് ചെന്നൈയിലേക്കാണ്. ചെന്നൈയിൽ നിന്നും ആ ട്രങ്ക് കോൾ കൽക്കട്ടയിലേക്ക് കണക്ട് ചെയ്യും. കൽക്കട്ടയിൽ നിന്നും ഡാർജിലിംഗിലുള്ള സരോജ എവിടെയാണോ അവിടുത്തെ ഒരു നമ്പറിലേക്ക് കണക്ട് ചെയ്യും. ഇത്രയും കണക്ഷൻസ് നടന്നു വരുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസം എടുത്തെന്ന് വരും. ഈ പാടുപെട്ട് കണക്ട് ചെയ്ത് അവിടെ ചെന്ന് ആ ബെല്ലടിക്കുമ്പോൾ എങ്ങാനും അന്വേഷിക്കുന്ന ആൾ അവിടെ ഇല്ലെങ്കിൽ മുഴുവൻ സിസ്റ്റവും കൊളാപ്സ് ചെയ്യും. പിന്നെ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങണം. സോ ആ കാലഘട്ടത്തിൽ സരോജിനോട് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ പാടായിരുന്ന ഒരു സമയമാണ്. എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് കാർഡോ ഒരു ഇൻലൻഡ് ലെറ്ററോ ആയിരുന്നു. ഇമെയിലില്ല അന്നത്തെ സമയത്ത്. ഒരേ ഒരു മാർഗം ഇൻലൻഡ് ലെറ്റർ അല്ലെങ്കിൽ പോസ്റ്റ് കാർഡ്. പിന്നെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അല്പം ചിലവ് കൂടിയ മാർഗ്ഗമാണ്. അന്ന് എനിക്ക് വിദ്യാർത്ഥിയാണ്, പണമൊന്നും അധികം ഇല്ല. അച്ഛൻ്റെ നിന്ന് എന്തെങ്കിലും പോക്കറ്റ് മണി കിട്ടിയാലേ ഉള്ളൂ. അപ്പോൾ ടെലഗ്രാമാണ്. പലപ്പോഴും ടെലഗ്രാം വഴിയാണ് ഞാൻ സരോജിനെ അറിയിക്കുന്നത്. ഞാൻ ട്രങ്ക് കോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദയവായ ഫോൺ വിട്ട് പോകരുത്, ഫോണിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. ചിലപ്പോൾ 2 ദിവസം എടുത്തെന്ന് വരും, ചിലപ്പോൾ 3 ദിവസം എടുത്തെന്ന് വരും. എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്, നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം, തീരുമാനങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള നിർബന്ധവും ഷാഠ്യവും എല്ലാം ടെലഗ്രാമിലുള്ള മിനിമം ഭാഷയും മിനിമം വേർഡ്സും ഉപയോഗിച്ച് ഓരോ വേർഡ് അനുസരിച്ച് ചാർജ് കൂടും ടെലഗ്രാമിൻ്റെ. അങ്ങനെയായിരുന്നു. ഇന്ത്യൻ പോസ്റ്റൽ സിസ്റ്റത്തിനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കൂട്ടത്തിൽ ഈ ട്രങ്ക് കോൾ എന്ന് പറഞ്ഞാൽ എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ അന്നത്തെ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും ഒരാൾ ഇൻട്രസ്റ്റ് എടുത്തില്ലെങ്കിൽ ഈ കോൾ ഒരിക്കലും പോവില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. എനിക്ക് 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു അന്ന്. ഞാൻ ആ സമയത്ത് ലോ കോളേജിൽ ചേർന്ന് ശേഷം ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ അച്ഛൻ എന്നെ വെല്ലുവിളിച്ചു. അച്ഛൻ പറഞ്ഞു, ഇതെന്താണ് നീ പറയുന്നത്, നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അതും മറ്റൊരു രാജ്യത്തിൻ്റെ മറ്റൊരു അറ്റത്തു നിന്ന് ഒരാൾ, ഒരു തൊഴിൽ പോലും ഇല്ലല്ലോ, ആദ്യം തൊഴിൽ കണ്ടെത്തണ്ടേ, എന്നിട്ടല്ലേ വിവാഹത്തിനെക്കുറിച്ച് ആലോചിക്കേണ്ടതെന്നൊക്കെ അച്ഛൻ എന്നെ വെല്ലുവിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, ഞാനൊരു ജോലി അന്വേഷിക്കാൻ പോവുകയാണ്. എൻ്റെ കൈ കെട്ടിയ എല്ലാ വേക്കൻസിക്കും ഞാൻ അപ്ലൈ ചെയ്തു. കൂട്ടത്തിൽ എന്തോ ഒരു ഭാഗ്യം എന്ന് പറയട്ടെ, അച്ഛൻ വഴി തന്നെ അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എറണാകുളത്ത് കൊച്ചിൻ എഡിഷൻ എഡിറ്ററായിരുന്ന SK അനന്തരാമൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഹൈക്കോടതിയിൽ ഒരുപാട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനൊക്കെ നടക്കുന്നുണ്ട്, ആരെങ്കിലും വക്കീലുണ്ടോ പാർട്ട് ടൈം ആയിട്ട് ഇന്ത്യൻ എക്സ്പ്രസിന് വേണ്ടി ഈ കോടതി കേസുകളെക്കുറിച്ച് കവർ ചെയ്യാനായിട്ടെന്ന്. അപ്പോൾ അച്ഛൻ ഇതൊരു ക്യൂ ആയിട്ട് എന്നോട് പറഞ്ഞു,
ഇന്ത്യൻ എക്സ്പ്രസ്സിലെ എഡിറ്റർ പോയി കാണും, അവരൊരാളെ അന്വേഷിക്കുകയാണ്, ചിലപ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും എന്നുള്ളത്. അങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ എഡിറ്ററിനെ കണ്ട് ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ എൻ്റെ CV മാത്രം നോക്കി അദ്ദേഹം റെക്കമെൻഡ് ചെയ്ത് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോയിൻ ചെയ്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ സ്റ്റാഫ് കറസ്പോണ്ടൻ്റായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. ഞാൻ റെഗുലറായിട്ടും ഹൈക്കോടതിയിൽ പോവുമായിരുന്നു. ഹൈക്കോടതിയിലെ കേസസ് ഒക്കെ കവർ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ജേർണലിസ്റ്റ് ആയ ശേഷം വളരെ അടുത്ത സൗഹൃദം സ്ഥാപിച്ച ഒരു വ്യക്തി അന്നത്തെ ദേശാഭിമാനി പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ ആയിരുന്ന ബ്യൂറോ ചീഫ് ആയിരുന്ന ജി ശക്തിധരനായിരുന്നു. അതേസമയം ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത PT തോമസ് ആയിരുന്നു. MLA ആയും കോൺഗ്രസിൻ്റെ വലിയ നേതാവായും പ്രവർത്തിച്ചിരുന്ന PT തോമസ് ആയിരുന്നു. അന്ന് അദ്ദേഹം കേരളത്തിലെ KSUവിൻ്റെ നേതാവാണ്. മഹാരാജാസ് കോളേജിൽ ഞാൻ എൻ്റെയോടൊപ്പം പഠിക്കുകയും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ PT തോമസിൻ്റെ സഹായത്തോടുകൂടി രാവിലെ മുഴുവൻ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിലെ INTUC ജീവനക്കാരെ സ്വാധീനം ചെയ്ത് അവരെ കൊണ്ട് ഈ ട്രങ്ക് കോൾ അടുപ്പിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ജി ശക്തിധരൻ്റെ സഹായത്തോടുകൂടി CITUക്കാരെ ഉപയോഗിച്ച് അവരെ കൊണ്ട് ഈ ട്രങ്ക് കോൾ ഫോളോ അപ്പ് ചെയ്യുകയും എങ്ങനെയെങ്കിലും ഡാർജിലിംഗിലേക്ക് ആ ഒരു കോൾ എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഈ രണ്ട് യൂണിയൻകാരുടെയും രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സഹായത്തോടു കൂടിയാണ് ഞാൻ സരോജുമായ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുകയും ആ സമ്പർക്കത്തിലൂടെ ആ ആശയവിനിമയത്തിലൂടെ സരോജിനെ അവരുടെ വീട് വിട്ട് കേരളത്തിലേക്ക് വരണം, നമ്മളിങ്ങനെ അകന്ന് നിന്നിട്ട് കാര്യമില്ല, അച്ഛനമ്മമാർക്ക് എതിർപ്പുണ്ട്, എന്നാലും നമ്മൾ ചെറുപ്പക്കാരൊരു തീരുമാനം എടുക്കണം, നമ്മൾക്ക് ഇഷ്ടമാണ്, നമ്മൾ ഒരുമിച്ച് ജീവിക്കണം, നമ്മൾ കല്യാണം കഴിക്കണം, പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് ബോധിപ്പിച്ച് ഡാർജിലിംഗിലെ സരോജിൻ്റെ വീട് വിട്ട് ഗൗഹാട്ടിയിലുള്ളൊരു സുഹൃത്തിനെ കാണാനായിട്ട് പോയി. അവിടെ ഉള്ളപ്പോഴാണ് ഏറ്റവും അവസാനം ഒരു തീരുമാനമെടുക്കുന്നത്, ശരി ഞാൻ കേരളത്തിലേക്ക് വരാൻ തയ്യാറാണ്, കല്യാണം കഴിക്കാൻ തയ്യാറാണ്, നമുക്ക് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാം എന്നുള്ളത്. അപ്പോൾ സരോജ് ഗൗഹാട്ടിയിൽ നിൽക്കുന്നു. 1983 വീണ്ടും വീണ്ടും ഓർക്കുക, ഞാൻ കൊച്ചിയിൽ നിൽക്കുന്നു. സരോജിനെ എങ്ങനെ കൊച്ചിയിലെത്തിക്കും? അധികം പണമൊന്നും ഇല്ലാത്ത സമയവുമാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ ജി ശക്തിധരൻ എന്നെ പി ഗോവിന്ദപിള്ളയെ പരിചയപ്പെടുത്തുകയും പി ഗോവിന്ദപിള്ള അന്ന് CPMൻ്റെ വലിയൊരു നാഷണൽ കൺവെൻഷൻ കൽക്കട്ടയിൽ നടക്കുന്ന സമയമാണ്. അദ്ദേഹം അതിൽ പങ്കെടുക്കാനായിട്ട് കൽക്കട്ടയിലേക്ക് പോയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും CPM പാർട്ടി കാഡറിന് വേണ്ടി കൺവെൻഷൻ കഴിഞ്ഞ് കൊച്ചിയിലേക്ക് വരാനായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള ട്രെയിനിൽ ഒരു ടിക്കറ്റ് സരോജിൻ്റെ പേരിൽ മാറ്റിയെടുത്ത് അവരുടെ പാർട്ടി കൺവെൻഷൻ നടക്കുന്ന സോൾട്ട് ലേക്ക് സിറ്റിയിൽ അത് സൂക്ഷിച്ചു വെച്ച് സരോജിനെ അറിയിച്ചു, ഗുവാഹട്ടിയിൽ നിന്നും ഫ്ലൈറ്റ് എടുത്ത് കൽക്കട്ടയിൽ വന്നാൽ ആ സോൾട്ട് ലേക്ക് സിറ്റിയിൽ പോയി ഈ ടിക്കറ്റ് കളക്ട് ചെയ്യാം, എന്നിട്ട് ട്രെയിനിൽ കയറി കൊച്ചിയിലേക്ക് വരാമെന്നുള്ളത്. സരോജ് രാവിലത്തെ ഫ്ലൈറ്റിൽ ഗുവാഹട്ടിയിൽ നിന്നും കൽക്കട്ടയിലെത്തി. ഉച്ചയ്ക്ക് സോൾട്ട് ലേക്ക് സിറ്റിയിൽ ചെന്ന് ടിക്കറ്റ് കളക്ട് ചെയ്ത് വൈകുന്നേരം ഹൗറയിലെത്തി. ഹൗറയിൽ നിന്നും ആദ്യം മദ്രാസിൽ നിന്നും കൊച്ചി, അങ്ങനെ 2 ട്രെയിൻ കയറി കൊച്ചിയിലെത്താനുള്ള തീരുമാനമായിരുന്നു. ഇതെല്ലാം എങ്ങനെയോ പലരുടെയും സഹായത്തോടു കൂടി ആസൂത്രണം ചെയ്ത് സരോജിനെ അറിയിച്ച് സരോജ് എയർപോർട്ടിൽ ചെന്നു. രാവിലെ ഗുവാഹട്ടിയിൽ നിന്നും കൽക്കട്ടയിലേക്ക് ഫ്ലൈറ്റ് എടുക്കാൻ അന്നത്തെ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു രാവിലത്തെ. എല്ലാം കൂടെ ബാക്കിയുള്ളത് ഉച്ചയ്ക്കുള്ള ഒരു ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റാണ്. അതാണെങ്കിൽ ഫുള്ളുമാണ്. പിന്നെ എങ്ങനെയോ അവിടെ എയർപോർട്ടിൽ കരഞ്ഞു പിടിച്ച് ഇന്ത്യൻ എയർലൈൻസ് ഓഫീസേഴ്സിനെ ബെഗ് ചെയ്ത് ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവർ ഒരു സീറ്റ് തയ്യാറാക്കി ഉച്ചത്തെ ഫ്ലൈറ്റിൽ കൽക്കട്ടയിൽ ലാൻഡ് ചെയ്തു. കൽക്കട്ടയിൽ ലാൻഡ് ചെയ്തപ്പോഴുള്ള സ്ഥിതി എന്ന് പറയുന്നത് അന്ന് CPM നാഷണൽ കോൺഫറൻസ് അവസാനിക്കുന്ന ദിവസമാണ്. കൽക്കട്ട മുഴുവൻ സ്തംഭിപ്പിക്കുന്ന വലിയ ജാഥ കൽക്കട്ടയുടെ തെരുവുകളിൽ കൂടെ നടക്കാൻ പോവുകയാണ്. കൽക്കട്ടയിലെ ഭൂരിഭാഗം റോഡുകളും ബ്ലോക്ക്ഡാണ്.
സരോജാണെങ്കിൽ എയർപോർട്ടിൽ നിൽക്കുന്നു, ഞാൻ എങ്ങനെ സോൾട്ട് ലേക്കിൽ സിറ്റിയിലേക്ക് ചെല്ലും, എങ്ങനെ ഈ ടിക്കറ്റ് എൻ്റെ കയ്യിലാക്കും എന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു ദൈവദൂതനെ പോലെ അല്ലെങ്കിൽ ഒരു ഏഞ്ചലിനെ പോലെ ഒരു സർദാർജി ഡ്രൈവർ, ആരും ഒരു പരിചയമില്ലാത്ത സർദാർജി ഡ്രൈവർ സരോജിൻ്റെ മുഖത്തെ വിഷമം കണ്ടിട്ട് പറഞ്ഞു, ടാക്സി ഡ്രൈവർ ഞാൻ സഹായിക്കാം, എൻ്റെ കൂടെ വരൂ, ഞാൻ എത്തിച്ചു തരാമെന്ന്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. അങ്ങനെ അപരിചിതനായൊരു സർദാർജി ടാക്സി ഡ്രൈവറിൻ്റെ ടാക്സിയിൽ കയറി എയർപോർട്ടിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂർ ദൂരമുള്ള സോൾട്ട് ലേക്ക് സിറ്റിയിലേക്ക് ടാക്സിയിൽ യാത്രയായി. പല സ്ഥലത്തും റോഡ് ബ്ലോക്കുകൾ പോലീസുകാർ വെച്ചിരുന്നപ്പോൾ ഡ്രൈവർ സരോജിനോട് പറയും സീറ്റിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കൂ. അപ്പോൾ സരോജ് ബാക്ക് സീറ്റിൽ മുങ്ങും. എന്നിട്ട് ടാക്സി ഡ്രൈവർ പറയും പോലീസുകാരോട് ഞാൻ ചായ കുടിക്കാൻ പോവാണ്, ഞാൻ ഇപ്പോൾ ആ ഒരു കോർണർ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം എന്നൊക്കെ കള്ളം പറഞ്ഞ് പുള്ളി എങ്ങനെയോ മുന്നോട്ട് കൊണ്ടുപോയി. ഏതോ വിധത്തിൽ സോൾട്ട് ലേക്ക് സിറ്റിയിൽ നാഷണൽ കോൺഫറൻസിൻ്റെ ആസ്ഥാനത്തിൽ സരോജിനെ എത്തിച്ചു. അവിടെ ചെന്ന് സരോജ് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് JNUവിലെ ചില SFIക്കാരെയാണ്. അവർ അതുപോലെ ആകെ അന്തം വിട്ടു. അയ്യോ, ഇത് JNUവിൽ SFI ഏറ്റവും കൂടുതൽ എതിർത്ത് നിൽക്കുന്ന ഒരാൾ CPMൻ്റെ നാഷണൽ കോൺഫറൻസിലേക്ക് കടന്നു വരുന്നു, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് അവർ ചോദിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വലിയൊരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, സരോജ് താപ്പ പ്ലീസ് കോൺടാക്ട് ദിസ് ഡെസ്ക് ഫോർ യുവർ ട്രെയിൻ ടിക്കറ്റ്. നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റിന് വേണ്ടി ഈ സ്ഥലത്ത് വരൂ, നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റ് ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളത്. എന്തായാലും JNUവിലെ സുഹൃത്തുക്കൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവർക്ക് ഓഫ്കോഴ്സ് കാര്യം അറിഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും വലിയ പിന്തുണയായിരുന്നു. അതിനുശേഷം ആ ടിക്കറ്റ് മേടിച്ച് പിന്നെ സോൾട്ട് ലേക്ക് സിറ്റിയിൽ നിന്നും തിരിച്ച് ഹൗറയിലേക്കുള്ള യാത്ര, അതുപോലെ തന്നെ നീണ്ട ഒരു 1.5 മണിക്കൂറിലേറെ എടുത്ത ഒരു യാത്രയായിരുന്നു. എങ്ങനെയെങ്കിലും ട്രെയിൻ വിടുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഹൗറ സ്റ്റേഷനിലെത്തി ഓടി പ്ലാറ്റ്ഫോം, ആ ട്രെയിൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിലെത്തി ട്രെയിനിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ട്രെയിൻ മുഴുവൻ പാർട്ടിക്കാരാണ്, കേരളത്തിൽ നിന്നുള്ള മലയാളികൾ, ഇടതുപക്ഷക്കാർ. ഇതാരാണ്, ഒരു ഡാർജിലിങ്ങിൽ നിന്നും മലയാളിയല്ലാത്ത ഒരു സ്ത്രീ ട്രെയിനിലേക്ക് കയറുന്നു, അവരുടെ കയ്യിലൊരു ടിക്കറ്റുണ്ട്, അവരെല്ലാം ബഹളം. ഇത് ബ്ലാക്കിൽ മേടിച്ച ടിക്കറ്റാണ്, നിങ്ങൾക്കുള്ള കമ്പാർട്ട്മെൻ്റ് അല്ല, ഇത് നിങ്ങൾക്കുള്ള ട്രെയിൻ അല്ല, ഇത് മുഴുവൻ ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അവർ ട്രെയിനകത്തേക്ക് കയറ്റാൻ സമ്മതിക്കില്ല. എന്നിട്ട് അവരെ പറഞ്ഞ് ബോധിപ്പിച്ച്, ഇത് പി ഗോവിന്ദപിള്ളയെ എല്ലാവർക്കും അറിയാവുന്നതായിരുന്നല്ലോ, അപ്പോൾ പി ഗോവിന്ദപിള്ളയുടെ പേര് പറഞ്ഞ് അവരെ ടിക്കറ്റ് കാണിച്ച് ഇത് ന്യായമായി ലീഗലായി കിട്ടിയൊരു ടിക്കറ്റാണ്, ഒരു പ്രത്യേക സാഹചര്യമാണ് എന്നെല്ലാം പറഞ്ഞ് ബോധിപ്പിച്ച് വളരെ പാടുപെട്ട് ആ ട്രെയിനിൽ കയറി. എന്നിട്ടാണ് അല്പം വിശ്രമിക്കാൻ സാധിച്ചത്. അതിൻ്റെ അടുത്ത ദിവസം വൈകുന്നേരമാണ് ട്രെയിൻ കൽക്കട്ടയിൽ നിന്നും മദ്രാസിലെത്തുന്നത്. അവിടെ നിന്നും വീണ്ടും ട്രെയിൻ എടുത്ത് കൊച്ചിയിൽ വന്ന് സരോജ് ഇറങ്ങി. സരോജ് കൊച്ചിയിൽ വന്ന് ഇറങ്ങുന്നത് വരെ എനിക്ക് യാതൊരു തീർച്ചയുമില്ലായിരുന്നു സരോജ് വന്നെത്തും, കല്യാണം നടക്കും എന്നുള്ളത്. വന്നെത്തിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയുള്ള ഫൈനൽ ഒരു രൂപം നൽകുന്നത്, എങ്ങനെയാണ് കല്യാണം കഴിക്കണം എന്നതിനെക്കുറിച്ച്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ സരോജ് വരുന്ന കാര്യവും ഞങ്ങൾ കല്യാണം കഴിക്കുന്ന കാര്യവും അറിയാമായിരുന്നു. എന്നാൽ അച്ഛൻ ഒരു നിലപാടെടുത്തു, സരോജിൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇല്ലെങ്കിൽ, അവരുടെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ ഞങ്ങളും ഉണ്ടാകില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ അംഗീകരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു അച്ഛനും അമ്മയും വരില്ല എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ വളരെ കൊച്ചുകാലം തൊട്ടേ ഞാൻ പോകുന്ന ഈ കല്യാണങ്ങളിലെല്ലാം എനിക്ക് എന്തോ ഒരു വിരോധാഭാസമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ വലിയ ആർഭാടത്തോടുള്ള കല്യാണങ്ങൾക്ക് വളരെ ചെറുപ്പം തൊട്ടേ എതിരായിരുന്നു. പ്രത്യേകിച്ചും വധുവും വരനും
എന്തോ എന്താണ് ഒരു പപ്പറ്റ്സിനെ പോലെയാണ്. അവർ സ്റ്റേജിൽ കയറ്റി ഇരുത്തുന്നു, അവർ ചിരിച്ചുകൊണ്ടിരിക്കണം, എല്ലാവരും പോയി ഫോട്ടോ എടുക്കുന്നു. അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായി അത് മാറുന്നു. എന്തെങ്കിലും മന്ത്രങ്ങളും ആചാരങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഭാഗമാവുന്നു. ബാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, സംസാരിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. വധുവും വരനും ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ദിവസമാണ്. മാത്രമല്ല ഈ കല്യാണം എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും അവരുടെ പ്രതാപവും അവരുടെ പണവും ബാക്കിയുള്ളവരെ കാണിക്കാനും അവരുടെ കൂട്ടുകാരെ വിളിക്കാനുമുള്ള ഒരു അവസരമായി മാറുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് വ്യത്യസ്തമായ ഒരു കല്യാണം നടത്താനുള്ള അവസരമാണല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അനിൽ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു, ഞങ്ങളുടെ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചാണ്. അവൻ താമസിച്ചിരുന്നത് തൃപ്പൂണിത്തറ അമ്പലത്തിനടുത്താണ്. അപ്പോൾ ഞാൻ അനിലിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലേഖകനാണ്, മഹാരാജാസ് കോളേജിൻ്റെ ചെയർമാനായിരുന്നു. ഞാൻ എറണാകുളത്ത് അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ചാൽ അവിടെ വഴിയെ പോകുമ്പോൾ തന്നെ ആൾക്കാർ പിടിച്ചു നിർത്തി ചോദിക്കും, നീ എവിടെ പോകുന്നു, എന്ത് ചെയ്യാൻ പോകുന്നു, ഇത് ആരാണെന്നൊക്കെ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് തൃപ്പൂണിത്തറ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കാൻ, കല്യാണം രജിസ്റ്ററും ചെയ്യണം, എന്നാൽ ഒരു സർക്കാർ ഓഫീസിൽ കല്യാണം കഴിക്കുക എന്നുള്ളൊരു ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ലളിതമായിട്ട് അമ്പലത്തിൽ വെച്ച് ഒരു കല്യാണം നടത്താം. നീ ഒന്ന് തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ചെന്ന് ചോദിക്കുമോ അവരോട്, നമുക്ക് സരോജ് അവസാനം ഇവിടെ എത്തിയത് വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം, അവിടെ രാവിലെ വന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നീ ഒന്ന് അന്വേഷിക്കുമോ എന്ന് ചോദിച്ചു. അവൻ പോയി ചോദിച്ചു. അവൻ ചെന്ന് ചോദിച്ച ആൾ ആരോ വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളാണെന്ന് തോന്നി. ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ അന്നത്തെക്കാൾ എത്രയോ കൂടുതൽ ഈ ആചാരങ്ങളോടുള്ള ബഹുമാനം ഇന്ന് വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അമ്പലത്തിൽ അനിൽ ചെന്ന് ചോദിച്ച ആൾ പറഞ്ഞു, ഈ അമ്പലമല്ലേ, എപ്പോൾ വന്നാലും നല്ല സമയമാണ്, എപ്പോൾ വന്നാലും നല്ല ദിവസമാണ്, നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ, കല്യാണം ഇവിടെ നടത്താം എന്ന് പറഞ്ഞു. ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ എൻ്റെ എഡിറ്ററായ എസ് കെ അന്തരാമനോട് ചെന്ന് ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു കണ്ടീഷൻ, ഉടനെ എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കൂടി ചേർത്തു, ലീവ് ചോദിക്കരുത്, ഞായറാഴ്ച പോയി കല്യാണം കഴിച്ചോളണം, ഈ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നു എന്ന് പറഞ്ഞു, ഒരുപാട് ലീവ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു, ഇനി ലീവ് ചോദിക്കരുതെന്ന് മാത്രം എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഞായറാഴ്ച തന്നെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായത്. എന്തായിരുന്നാലും ശനിയാഴ്ച ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത എന്നോടൊപ്പം സ്കൂളിൽ പഠിച്ച ചില സുഹൃത്തുക്കൾ, കോളേജിൽ പഠിച്ച ചില സുഹൃത്തുക്കൾ, അതുപോലെ ഞാൻ പത്രപ്രവർത്തകനായി ജോലി തുടങ്ങിയതുകൊണ്ട് എന്നും പ്രസ് ക്ലബ്ബിൽ കാണുന്ന ഏറ്റവും അടുത്ത ആ പ്രസ് ക്ലബ്ബിൽ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു, ഞങ്ങൾ റിപ്പോർട്ടേഴ്സിൻ്റെ. അവരെല്ലാം ഞാൻ ശനിയാഴ്ച വിളിച്ചു പറഞ്ഞു, നാളെ രാവിലെ എൻ്റെ കല്യാണമാണ്, തൃപ്പൂണിത്തുറ അമ്പലത്തിലാണ്, നിങ്ങൾക്ക് വരാൻ സൗകര്യമുണ്ടെങ്കിൽ വരിക, വന്നില്ലെങ്കിൽ യാതൊരു വിഷമവും ഇല്ല, നിങ്ങളെ അറിയിക്കാതിരിക്കുന്ന മോശമാണല്ലോ എന്ന് വിചാരിച്ച് മാത്രം അറിയിക്കുന്നതാണ്. അവിടെ സദ്യയില്ല, എനിക്ക് സദ്യ ഒന്നും നടത്താൻ പണമില്ല, വലിയ കല്യാണമൊന്നുമല്ല, സദ്യയില്ല, നിങ്ങളാരും ഗിഫ്റ്റും ഒന്നും കൊണ്ടുവരരുത്, സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ വരിക എന്ന് ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ അറിയിച്ചു. അടുത്ത ദിവസം രാവിലെ ഞാനും സരോജും അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ഈ അടുത്ത സുഹൃത്തുക്കളെല്ലാവരും ഒരു 40 പേര് അവിടെ കൂടിയിരുന്നു. അതിൽ വലിയൊരു വിഭാഗം എൻ്റെ കൂടെ അന്ന് ജോലി ചെയ്യുന്ന പത്രപ്രവർത്തകരായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്, ഞങ്ങൾക്കാർക്കും കല്യാണം നടത്തിയ ഒരു പരിചയമില്ല, പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ എൻ്റെ സെറ്റിൽ, ആ കൂട്ടത്തിൽ തന്നെ എൻ്റെ ആയിരുന്നു ആദ്യത്തെ ഒരു കല്യാണം. അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് അന്ന് മാതൃഭൂമി പത്രത്തിൽ പ്രവർത്തിച്ചെന്ന് കൃഷ്ണൻകുട്ടി ചേട്ടൻ അവിടെ വന്നു. ഞാൻ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ, അല്ലെങ്കിൽ അറിഞ്ഞ് കേട്ടിട്ട് അദ്ദേഹം വന്നതാണ്. കൃഷ്ണൻകുട്ടി ചേട്ടൻ അന്ന് എറണാകുളം കരയോഗത്തിൻ്റെ ഒരു നേതാവ് കൂടിയായിരുന്നു. പല നായർ കമ്മ്യൂണിറ്റിയുടെ പരിപാടികൾക്കും നേതൃത്വം നൽകുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ടും ലീഡർഷിപ്പ് എടുത്തു ഇതിനു വേണ്ടി. അദ്ദേഹം ഞങ്ങളെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിങ്ങനെ പരിഭ്രാന്തരായിട്ട് നിൽക്കുകയാണ്, അടുത്തത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇവിടെ നിൽക്ക്, പുടവയുണ്ടോ. എൻ്റെ സമൂഹം അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തമിഴ് ബ്രാഹ്മണ കമ്മ്യൂണിറ്റിയാണ്. ഈ തമിഴ് ബ്രാഹ്മണ കമ്മ്യൂണിറ്റിയിലെ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആചാരങ്ങളുള്ള ഒരു പ്രക്രിയയാണ്.
അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം വ്യത്യസ്തമായ ഒരു വിവാഹം വേണമെന്ന് പറഞ്ഞ് ഞാൻ നായരല്ലെങ്കിലും ഏറ്റവും സിമ്പിളായ വിവാഹ രീതി നായർമാരുടെ പുടവ കൊടുക്കലായതുകൊണ്ട് ഞാൻ ആ പുടവ കൊടുക്കലാണ് ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിച്ചിരുന്നു. ഞാനും സരോജും കൂടെ തലേ ദിവസം ഷീമാട്ടിയിൽ പാർത്താസിൽ ചെന്ന് ഒരു പുടവ മേടിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ പുടവ കൃഷ്ണൻകുട്ടി ചേട്ടൻ അമ്പലത്തിനുള്ളിൽ നിന്നും പൂജാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ അമ്പലത്തിൽ കൊണ്ടുവച്ച് വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് അനുഗ്രഹം മേടിക്കുക, എന്നിട്ട് തിരിച്ചു വരിക. എന്നിട്ട് ഞാൻ ആ പുടവ സരോജിന് കൊടുത്തു. ഒരു താലി ഉണ്ടായിരുന്നു, ആ താലി സരോജിന് കെട്ടി. എന്നിട്ട് കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞു 3 പ്രദക്ഷിണം വയ്ക്കുക, ഫിനിഷ്ഡ്. അത്രയും ഉണ്ടായിരുന്നുള്ളൂ കല്യാണം. ഒരു 30-40 അടുത്ത സുഹൃത്തുക്കളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ അനിലെന്ന് പറഞ്ഞ സുഹൃത്തിന് ലാസ്റ്റ് മിനിറ്റിൽ എന്നോട് പോലും പറയാതെ ഒരു ബ്രെയിൻ വേവ് ഉണ്ടായിരുന്നു. പുള്ളി അമ്പലത്തിലെ പായസം ഒരു 40 പേർക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കല്യാണത്തിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഊട്ടുപെരയിൽ ചെന്ന് എല്ലാവർക്കും ഓരോ ഗ്ലാസ് പായസം, അമ്പലത്തിലെ പായസം കഴിച്ച് ആണ് പിരിഞ്ഞത്. പി ടി തോമസ് എൻ്റെ അടുത്ത സുഹൃത്താണ്. പി ടി തോമസ് ഈ വിവരങ്ങളെല്ലാം അറിയുന്നുണ്ട്. പി ടി തോമസ് എന്നോട് പറയാതെ ശ്രീ ഉമ്മൻചാണ്ടിയെ ഈ ഒരു വിവരം അറിയിച്ചു, ഇങ്ങനെ ഞങ്ങളുടെ കല്യാണം നടക്കുകയാണെന്നുള്ളത്. എന്നിട്ട് ഉമ്മൻചാണ്ടി എവിടെയോ പോകുന്ന വഴിക്ക് ഉമ്മൻചാണ്ടിയും KC ജോസഫും ബെന്നി ബെഹനാനും പി ടി തോമസ് പറഞ്ഞതനുസരിച്ച് തൃപ്പൂണിത്തുറ അമ്പലത്തിൽ വന്ന് ഞങ്ങളകത്ത് വന്ന് ഗ്രീറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ആശംസകൾ നേർന്നിട്ട് തിരിച്ചുപോയി. അദ്ദേഹത്തിനോട് കരഞ്ഞു പറഞ്ഞു ഞാൻ, എനിക്കറിയില്ല, എനിക്ക് 1-ാം പാഠം വായിക്കാൻ അറിയില്ല, ഞാൻ എങ്ങനെയാണ് 3-ാം പാഠം വായിക്കുക എന്നുള്ളത്. എൻ്റെ കയ്യിൽ 3-ാം പാഠം തന്നിട്ട് എന്നെ തല്ലുമായിരുന്നു, നീ വായിക്കുമെന്ന് പറഞ്ഞ്. മലയാളത്തിൻ്റെ അക്ഷരം പഠിക്കാതെ 3-ാം പാഠം പഠിക്കാനായി നിർബന്ധിച്ചപ്പോൾ എന്നും ഞാൻ വീട്ടിൽ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്.